നിങ്ങൾക്ക് ഷെയ്ക്കാണോ പുഡിംഗ് ആണോ ഇഷ്ടം? ഇനി പുഡിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഈ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൂട്ട് ഉപയോഗിച്ച് പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജലാറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിതിൻ്റെ ഈ ഒരു കുരു മാറ്റിക്കളഞ്ഞിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിൽ വേറെ ഒന്നും ചേർക്കാതെ ഈ ഒരു പൾപ്പ് മാത്രം അരച്ച് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചപ്പോഴേക്കും ഒരു ജലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒക്കെ ചേർത്ത ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്കൊക്കെ ഇത് വന്നു കേട്ടോ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ ബെസ്റ്റാണ് സീതാപ്പഴം എന്ന് മനസ്സിലായി. പക്ഷേ ഇന്ന് നമ്മുടെ ഐറ്റം ഷെയ്ക്കാണ്. എനിക്ക് സീതാപ്പഴം ഭയങ്കര ഇഷ്ടമായിട്ടാണ് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ഷെയ്ക്ക് കുടിക്കാൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ലതായിരുന്നു. പക്ഷേ ഇതൊരു പുഡിംഗ് കൈൻഡ് ഓഫ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഴം ആഡ് ചെയ്യാൻ അമ്മ പറഞ്ഞെങ്കിലും പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇതിനകത്ത് വരണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല കേട്ടോ. സീതാപ്പഴത്തിൻ്റെ ഷേക്കും കരിക്കിൻ്റെ ഷേക്കും ചേട്ടനും അനിയനും പോലെ ഒരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ.